വെൽക്കം ടു ഷൈമാസ് ലിറ്റിൽ വേൾഡ്. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഓണസദ്യയുടെ വേറൊരു വിഭവമായ മത്തൻ്റെ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനൊരു ചെറിയ കഷ്ണം മത്തൻ എടുത്തിട്ട് കഷ്ണം നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. നമ്മളൊരു കുക്കറിലേക്ക് കഴുകി വെച്ച പരിപ്പും മത്തനും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമ്മൾ വേവിക്കണം. നമ്മൾ ഉപ്പ് കുറച്ച് ചേർക്കുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ. ഇപ്പോൾ ഈ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് ഞാനിപ്പോൾ ഇവിടെ 3 വിസിലാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ 2 വിസിൽ വെക്കാറുള്ളൂ. അപ്പോൾ നമുക്കിനി അതിലേക്കുള്ള അരപ്പ് നോക്കാം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് ഞാൻ വറുത്തിടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി തേങ്ങ അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് വേണം. പിന്നെ ഒരു വറ്റൽമുളകും കടുകും കറിവേപ്പിലയും വേണം വറുത്തിടാൻ. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ജീരകം, നമ്മൾ 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണേ, നല്ല ജീരകവും ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആ അരപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മൾ അരയ്ക്കണത് നന്നായിട്ട് ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല. ഒരു 1/4 അരവ് മതി. അവിയലിനെക്കാട്ട് അരവ് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടാണ് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. ഞാനിത് നമ്മുടെ ഇലയിൽ സൈഡിൽ വെക്കാനുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങയും അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ഇതിലേക്കുള്ള എങ്ങനെ വറവിടുന്നത് നോക്കാം. നമ്മൾ ഉപ്പൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലത്ത് വെച്ചിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കടുകിട്ടിട്ട് 1 ടീസ്പൂണോളം കടുകുണ്ട്. ആ 1 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇനി നമ്മൾ വറ്റൽമുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് നമ്മൾ 1 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. അത് 3 കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമുക്ക് ഈ തേങ്ങയുടെ വെള്ള നിറമൊക്കെ ഒന്ന് മാറിയിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറാവണം. അധികം ബ്രൗണായിട്ട് കരിഞ്ഞു പോവും വേണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അധികം നേരം പിന്നെ നമ്മളിത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അതുകൊണ്ട് അധികം ഇനി കളർ മാറണ്ട. ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ വറവിട്ടിട്ട് പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ മത്തൻ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചിലർ ഈ മത്തന് പരിപ്പിന് പകരം വൻപയർ ഇട്ടിട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ ഇടുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഓണസദ്യ വിഭവമായിട്ട് ഞാൻ വരുന്നവരെ ബൈ.